മുണ്ടക്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുന്നു. അബ്ദുൾ റസാഖ്, എന്താണ് അവസ്ഥ? സാറേ, ഞങ്ങളിപ്പോ ഇവിടെ മദ്രസ പരിസരത്താണ്, കമ്പൗണ്ടിലാണ് ഉള്ളത്. ബാക്കിയുള്ള കുറെ ആളുകള് പിന്നെ മുകളിലൊരു റിസോർട്ടിലാണ് അവിടെ താമസിക്കുന്നത്. അബ്ദുൾ, അത് ട്രീ വാലി റിസോർട്ടാണോ? അതെ, ട്രീ വാലി. അപ്പൊ ട്രീ വാലി റിസോർട്ടിൽ 100ഓളം പേരുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഈ സ്കൂൾ എന്ന് പറയുന്നത് മദ്രസ സ്കൂളാണോ? അതുകൂടാതെ വേറെ സ്കൂളുണ്ടോ? അല്ലല്ല, സ്കൂൾ താഴെയാണ്. ഇത് മദ്രസയാണ്, പള്ളി കമ്മിറ്റിയുടെ കണ്ടുള്ള മദ്രസയാണ്. ഈ മദ്രസ ഭാഗത്ത് എത്ര പേരുണ്ട്? മദ്രസ ഭാഗത്ത് ഇവിടെ ഏതാണ്ട് ഒരു എത്ര പേരുണ്ട് നസീർ? ഇവിടെ നമുക്ക് എത്ര ആളുണ്ടാവും? 100 ആളുണ്ടാവില്ലേ? രണ്ടിടത്ത് ഇവിടെ ഒരു 100 പേരുണ്ട്, മൊത്തം 200 പേരുണ്ട്. അപ്പം അതായത് ട്രീ വാലിയിൽ 100 പേര് കുടുങ്ങിക്കിടക്കുന്നു, നമ്മുടെ മദ്രസ സ്കൂളിലും 100 പേര് കുടുങ്ങിക്കിടക്കുന്നു അല്ലേ? അതെ 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 അതെ. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെയൊക്കെ വീടുകളുടെ അവസ്ഥ എന്താണ്? ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ വെച്ചാൽ എന്റെ വീടിന്റെ പരിസരത്തല്ല, ഞാൻ ഇന്നലെ തറവാട്ടിലാണ് താമസിച്ചത്. എന്റെ വീടിന്റെ പരിസരത്തേക്ക് പോകാൻ കഴിയില്ല, കംപ്ലീറ്റ് വഴി ബ്ലോക്കാണ്. നമ്മുടെ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ എന്താണ്? താഴേക്ക് വീടുകൾ എന്തെങ്കിലും തകർന്നു പോയി കിടക്കുകയാണോ? തകർന്നു പോയി കിടക്കുന്നതല്ല, ഇവിടെ കംപ്ലീറ്റ് മരുഭൂമിയാണ്, ഒന്നുമില്ല. മുണ്ടക്കായി എന്ന് പറയുന്ന ഗ്രാമം ഇല്ല. മനസ്സിലാക്കുന്നു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇതിൽ ആരെങ്കിലും ഇപ്പോൾ മിസ്സിംഗ് ആണോ? ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ. ഇപ്പൊ ചാനൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ലഭ്യമല്ല, വിവരങ്ങൾ ലഭ്യമല്ല. ആ വിവരങ്ങൾ ഞങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു. ഒരു 300 മീറ്റർ അകലെ എത്തിയിട്ടുണ്ട് രക്ഷാദൗത്യം. പക്ഷെ അവർക്ക് ആ പുഴ കടന്നു വരിക വളരെ അസാധ്യമാണ്. പക്ഷെ അവരതിന് ശ്രമിക്കുന്നു. ഒരു 15 മിനിറ്റിനുള്ളിൽ അവർക്ക് മദ്രസ ഭാഗത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് നമ്മൾ അറിയിക്കുന്നത്. തീർച്ചയായും ഈ വിവരം കൂടി നമ്മൾ ദീപക് മോഹൻ വഴി അറിയിക്കാം. രക്ഷാദൗത്യത്തിനോടൊപ്പം നമ്മുടെ വാർത്താ സംഘമുണ്ട്. മാത്രവുമല്ല, റവന്യൂ മിനിസ്റ്ററുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഈ 4ാമത്തെ സ്പോട്ടിന്റെ കാര്യം അറിയിക്കാം. അപ്പോൾ 4 സ്പോട്ടുകളാണ്. ഒന്ന് മുണ്ടക്കൈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് 100 പേർ, ട്രീ വാലി റിസോർട്ടിന്റെ പരിസരത്ത് 100 പേർ, മദ്രസയിൽ 100 പേർ, ഒപ്പം സ്കൂളിന്റെ പരിസരത്തും ഉണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് ഒരു ചെറുപ്പക്കാരൻ പുഴയിൽ കുടുങ്ങി കിടപ്പുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് കാണിക്കുന്നു. നിങ്ങൾ സുരക്ഷിതമായിരിക്കുക, പാനിക് ആവരുത്. കുട്ടികളടക്കമുള്ളവർക്ക് വെള്ളമൊക്കെ കൊടുക്കുക. അവിടെ വെള്ളമൊക്കെ ലഭ്യമാണോ? ഹലോ, വെള്ളം കിട്ടുന്നുണ്ടോ? അവിടെ വെള്ളം കുടിക്കാനുണ്ടോ? വെള്ളം കുടിക്കാനുണ്ട്. വെള്ളം ടാങ്കിൽ വെള്ളമുണ്ട്, അത് കുടിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കട്ടൻ ചായ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ആരൊക്കെ. ചെറിയ കുട്ടികളടക്കമുള്ളവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അല്ല, ഇതൊന്നും അല്ല സാറേ പ്രശ്നങ്ങൾ. പരിക്ക് പറ്റിയിട്ട് വളരെ സീരിയസ് ആയി പരിക്ക് പറ്റി കുറെ ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് കുത്തിരിക്കുന്നുണ്ട്. എങ്ങോട്ട് എത്തിക്കാൻ രക്ഷമല്ല. അത് എത്ര ദൂരമുണ്ട് അവിടെ നിന്നും? ഇല്ല, ഇവിടെ നിന്ന് 10-20 മീറ്റർ ഡിസ്റ്റൻസിലാണ് വീടുകളിലാണ് ഉള്ളത്. അവര് ആ വീടിനുള്ളിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ആ വീടിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആൾക്കാർ തൊട്ടടുത്തുള്ള സേഫ് ആയിട്ട് വീടുകളിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വരെ നമുക്ക് നിർവാഹമില്ല. ഫസ്റ്റ് എയ്ഡിനുള്ള സംവിധാനവും അവിടെ എത്തിക്കണം. കുട്ടികൾക്ക് അത്യാവശ്യം. ഓക്കെ, ബാക്കി കാര്യങ്ങളും എത്തിക്കണം വളരെ പെട്ടെന്ന്. മാത്രമല്ല, വീട്ടിന്റെ ഉള്ളിൽ സഹായത്തിന് അഭ്യർത്ഥിച്ച് കുടുങ്ങിക്കിടക്കുന്ന ജീവനുള്ള മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടോ? അതായത് രക്ഷപ്പെടുത്താൻ ബാക്കിയുള്ളവരുണ്ടോ ആ ഭാഗത്ത്? രക്ഷപ്പെടുത്താൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. പിന്നെ വീടിന്റെ ഉള്ളില് ഞങ്ങൾക്ക് സാധാരണ ഒന്നും ചെയ്യാൻ കഴിയില്ല. മിഷനറീസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ വീട് മൊത്തം തകർന്നോ? ആ വീട് മൊത്തം തകർന്നു. അതിൽ 2 പേര് മരിച്ചതായിട്ട് കരുതുന്നു. ബാക്കിയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടിയോട് കുടുങ്ങി കിടക്കുന്നുണ്ട്. കുഞ്ഞുകുട്ടിയാണോ? എത്ര വയസ്സുണ്ടാവും ഏകദേശം? ഒരു +2 വിദ്യാർത്ഥി. +2 വിദ്യാർത്ഥി. അവനോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറയൂ. നമുക്ക് എന്തായാലും രക്ഷാദൗത്യത്തെ അറിയിക്കാം. ദീപക് മോഹനെ ഒന്ന് കണക്ട് ചെയ്യണം പ്ലീസ്. ദീപക് മോഹനോട് ഈ വിവരങ്ങൾ നമുക്ക് അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ മദ്രസ നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് അതാണ്. തീർച്ചയായിട്ടും ദീപക്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീണ്ടും ഒരു സ്പോട്ട് കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അത് മുണ്ടക്കയിലുള്ള മദ്രസ സ്കൂളിന്റെ പരിസരമാണ്. അവിടെ 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അതിന് 20 മീറ്റർ മാറി ഒരു വീട്ടിൽ ഒരു കുട്ടി, +2 പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവനെ പുറത്തെത്തിക്കാൻ കഴിയുന്നില്ല. ആ വീട്ടിൽ 2 പേർ ഇതിനകം തന്നെ അപകടത്തിൽ മരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണെന്നറിയാം. എങ്കിലും ദീപക്, നമുക്ക് രക്ഷാദൗത്യത്തോട് ആ സ്പോട്ട് കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കുമോ? മദ്രസ സ്കൂളിന് തൊട്ടടുത്ത് 20 മീറ്ററിനുള്ളിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നതിലൊരു കുട്ടിയുണ്ട് ഇപ്പോഴും. അരുൺകുമാർ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ റോഡിന് സമീപത്ത് ഈ പാറക്കല്ലുകൾ വന്നടിഞ്ഞ പ്രദേശത്താണ് ഇപ്പോൾ NDRF സംഘവും ഒപ്പം ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്താണ് തെളിയിൽ ഒരാൾ കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന് തൊട്ടു പിറകിലായിട്ടാണ് ഈ മുണ്ടക്കൈ സ്കൂൾ ഉള്ളത്. ആ സ്കൂളിലും ആളുകളുണ്ട്. അങ്ങോട്ടേക്കും ആ ഭാഗത്തേക്കും പോകാനുള്ള ശ്രമം ഇപ്പോൾ NDRFും രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, അതിന് മുകൾ ഭാഗത്ത് ഈ പറയുന്ന മദ്രസയും ഒപ്പം ആ ഭാഗത്തെ മുസ്ലിം പള്ളിയും, അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ട്രീ വാലി എന്ന് പറയുന്ന റിസോർട്ടും. അതായത് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഈ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനം എന്ന് പറയുന്ന പ്രദേശത്തിനോട് തൊട്ട് ചേർന്ന പ്രദേശമാണ്. വലിയ തോതിൽ ഈ ഭാഗത്ത് നിന്നാണ് മണ്ണിടിഞ്ഞ് ഈ താഴെയുള്ള ചൂരൽമലയും അതുപോലെ തന്നെ. അതായത് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ദൗത്യ സംഘം ഈ മദ്രസ സ്കൂളിന് അടുത്തേക്ക് എത്താറായോ?
ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ഈ കുത്തിയൊലിച്ച് ഒഴുകുന്ന നദിക്ക് കുറുകെ പാറക്കല്ലുകളെല്ലാം വീണ് കിടക്കുന്നതിന് ആ ഭാഗത്തായിട്ട് ഈ ഫയർഫോഴ്സും ഒപ്പം NDRFും ഇപ്പോൾ കോണി ഉപയോഗിച്ച് ആ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആദ്യം നടത്തുന്നത്. അവർ വലിയ ഒരു മൺകൂനയിലൂടെ കയറി ഇറങ്ങിയതിനു ശേഷമാണ് ഈ തോട് നദി മുറിച്ചു കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. വലിയ കുത്തൊഴുക്കുള്ളതിനാൽ തന്നെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആദ്യം ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തി മറുകരയിൽ എത്തി. അതായത് ഈ ദൃശ്യങ്ങളിൽ രണ്ടായി തന്നെ സംഘം പോകേണ്ടതുണ്ടാവും ദീപക്. കാരണം ദൗത്യ സംഘത്തെ അറിയിക്കേണ്ടത് ഈ മദ്രസ സ്കൂളിന്റെ അവിടെയും ഒരു വിദ്യാർത്ഥി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതൊരു വീടിനുള്ളിലാണ്. മറ്റൊരാൾ ചെളിയിൽ പൂണ്ട് കിടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണിക്കാം. ചെളിയിൽ പൂണ്ട് കിടക്കുന്നയാൾ ജീവന് വേണ്ടി യാചിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ ഒഴുക്കുള്ള പുഴ പ്രേക്ഷകർക്ക് കാണാം. ഇത് മുറിച്ച് കടന്നു വേണം ദൗത്യ സംഘത്തിന് മുണ്ടക്കൈ ഗ്രാമത്തിലെത്തി ആ മുണ്ടക്കൈ സ്കൂളിന്റെ പരിസരത്ത് ചെളിയിൽ പൂണ്ട് കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ. ഒപ്പം തന്നെ ഇപ്പോൾ വരുന്ന വാർത്ത, മുണ്ടക്കൈ മദ്രസയ്ക്ക് സമീപമുള്ള ഒരു വീട്ടിൽ, തകർന്നു കിടക്കുന്ന വീട്ടിൽ ഒരു +2 വിദ്യാർത്ഥി കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്ന കാഴ്ച മിംസ് ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണ്. മേപ്പാടി ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. നമുക്കിനി പൂർണ്ണമായും മുണ്ടക്കൈ ഗ്രാമത്തിലെയും ഒപ്പം തന്നെ ഈ ചുരൽകുന്നിലേക്കും ഗ്രാമത്തിലേക്കും ആ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാം. ആശുപത്രി ദൃശ്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നതാണ്.